വേതാളത്തിനെ തേടി കാണ്ടിപ്പോവുകയാണ്. വേതാളം ഒരു മരത്തിന്റെ മേളിലിരിക്കുകയാണ്. അത് പെട്ടെന്ന് ചാടി വിക്രത്തിന്റെ മേളിലിരിക്കും. രാജ, അങ്ങയുടെ വിശ്വസ്തതയും ബുദ്ധിശക്തിയും അങ്ങ് തെളിയിച്ചു. അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം. അങ്ങനെ കഥ കേട്ടുകൊണ്ടു പോയാൽ നേരം പോകുന്നത് അറിയില്ല. അങ്ങേക്ക് ക്ഷീണവും ഉണ്ടാവില്ല. വേതാളം പറയണത് കേട്ട് വേതാളത്തിന്റെ കഥ കേൾക്കാമെന്ന് രാജാവ് ചിന്തിക്കും. അത് കേട്ടതും വേതാളം അവന്റെ കഥ പറയാൻ തുടങ്ങും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യ നഗരത്തിൽ വീരക്കയത്ത് നിന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജ്യത്തിൽ ഒരു പണക്കാരനുണ്ടായിരുന്നു. അയാളുടെ പേരാണ് രത്നദത്ത്. അയാളുടെ മകളുടെ പേരായിരുന്നു രത്നാവതി. അവൾ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. രത്നദത്ത് തന്റെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരുപാട് ആലോചനകൾ നടത്തിയിരുന്നു. അയാൾ മകളോട് പറഞ്ഞു, നോക്കൂ മകളെ രത്നാവതി, നിന്നെ പെണ്ണ് കാണാൻ ഒരുപാട് പേര് വന്നു. എന്നാലാകട്ടെ നിനക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്താ പറ്റിയെന്ന് പറയും മോളെ? എന്തുകൊണ്ടാ നിനക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നേ? അച്ഛാ, സൗന്ദര്യമുള്ള ചെക്കൻ മാത്രമല്ല, വളരെ ബുദ്ധിയും ബലശാലിയുമായ ചെക്കനെ ഞാൻ കല്യാണം കഴിക്കൂ. അച്ഛാ, എനിക്ക് അതുപോലത്തെ ആളെ നോക്കച്ചാ. ഒരു വശം രത്നാവതിയുടെ അച്ഛൻ അവളെ എല്ലാ ചെക്കന്മാരെ വേണ്ടെന്ന് പറയണ കൊണ്ട് വളരെ വിഷമത്തിലായിരിക്കും. മറ്റൊരു വശത്ത് നാട്ടിൽ മോഷണം നടക്കുകയാണ്. രത്നദത്തിന് എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, അവന്റെ വീട്ടിലുള്ള പണങ്ങളെല്ലാം മോഷണം പോകുമോ എന്ന്. അങ്ങനെങ്ങാനും നടന്ന അവന്റെ മകൾക്ക് എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്ന്. രത്നാവതിയുടെ മകൾക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ വളർന്ന പഴങ്ങളെ മോഷ്ടിച്ചു കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രത്നാവതി ആ പഴങ്ങളെ മോഷ്ടിച്ച് തിന്നുകയായിരുന്നു. അപ്പോ അവള് അവിടെ കള്ളനെ കാണും. ഈ വീട് നിങ്ങളുടെയാണോ? ചുമ്മാ ഇല്ല ഇല്ല, ഇത് എന്റെ വീടല്ല. ഞാൻ ഇവിടുന്ന് പഴം മോട്ടിച്ച് തിന്നാൻ വന്നതാ. ഉനക്ക് അറിഞ്ഞാ നമ്മളെ വഴക്ക് പറയും. ഇങ്ങനെ ചെയ്താൽ അവര് നിന്നെ കണ്ടുപിടിക്കും. നിനക്ക് ശരിക്കും മോഷ്ടിക്കാൻ അറിയില്ലാന്ന് തോന്നുന്നു. പഴം എങ്ങനെയാ മോഷ്ടിക്കേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. രത്നാവതിക്ക് കള്ളൻ പഴം എങ്ങനെയാ മോഷ്ടിക്കണേന്ന് പഠിപ്പിച്ചു കൊടുക്കും. അത് കണ്ടിട്ട് രത്നാവതി ഒരുപാട് സന്തോഷിക്കും. ദിവസവും ആ കള്ളനെ കാണാനായി രത്നാവതി അവിടെ ചെല്ലും. അതുകൊണ്ട് അവളുടെ മനസ്സിനുള്ളിൽ ഒരിഷ്ടം തോന്നും. ആ കള്ളൻ രത്നാവതിക്ക് എങ്ങനെ മോഷ്ടിക്കണേന്ന് എന്നും പഠിപ്പിച്ചു കൊടുക്കും. ഇതിനിടയിൽ മോഷണം ഒരുപാട് കൂടും. മോഷണം ഒരുപാട് കൂടിയ കൊണ്ട് രാജാവ് വളരെ ടെൻഷനിലായിരിക്കും. അല്ലയോ മന്ത്രി, ഒരു കള്ളൻ നമ്മൾ രണ്ട് ഇവിടെ ഉള്ളപ്പോൾ ദിവസവും ഇവിടെ മോഷണം നടത്തുന്നുണ്ട്. താങ്കളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ശരി, ഈ നാട്ടിലെ മന്ത്രിക്ക് ഒരു കള്ളനെ പോലും പിടിക്കാൻ കഴിയില്ലെങ്കിൽ നാം നേരിട്ട് പോയി അയാളെ കണ്ടുപിടിക്കുന്നതാണ്. ഉറപ്പായും അവനെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ രാജാവ് ചിന്തിച്ച് ആ കള്ളൻ ആരാന്ന് കണ്ടുപിടിക്കണമെന്ന് രാത്രിയെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പൊ രാജാവ് എന്ത് കാണുമെന്നാൽ ഒരാള് വീട്ടിന്റെ ഉള്ളിൽ ചാടുകയായിരുന്നു. അത് കണ്ട രാജാവിന് സംശയം തോന്നും. അതുകൊണ്ട് അദ്ദേഹം ആ ആളിന്റെ അടുത്ത് ചെല്ലും. അല്ല, നിങ്ങളാരാ? ഈ രാത്രിയിൽ ഇവിടെ മോഷ്ടിക്കാൻ വന്നതാണോ? ഒരു കള്ളൻ മിണ്ടാതിരിക്കണ കേട്ട് മറ്റൊരു കള്ളൻ പറയാൻ തുടങ്ങും. അല്ല, എന്താ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെ? നീയും കള്ളൻ, ഞാനും കള്ളൻ. അതായത് നമ്മള് രണ്ടുപേരും ഒരേ ജോലി തന്നെയാ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ ഇപ്പോൾ വീട്ടിലോട്ട് വാ. അവിടെ പോയിരുന്ന് നമുക്ക് സംസാരിക്കാം. ഇല്ലില്ല, ഞാൻ നിന്റെ കൂടെ ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നില്ല. ഒന്ന് വരൂ, നീ എന്തായാലും വരണം. നീ എന്റെ അതിഥിയായി വീട്ടിലോട്ട് വരിക. കള്ളൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കൊണ്ട് അവരെ കള്ളൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ രാജാവ് വീരകേതു അവരുടെ ഗുഹയ്ക്കുള്ളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹം കാണുന്നു, അവിടെ കണ്ട ആ കള്ളൻ അവന്റെ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് പണവും സ്വർണവും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര സ്വർണവും സമ്പത്തും എങ്ങനെയാ ഈ മോഷണത്തിലൂടെ ഇത്രയും സമ്പാദിക്കാൻ കഴിയുന്നേ? ഈ നാട്ടിലെ രാജാവിനെയും നിയമത്തെയും ഒന്നിനെ നിനക്ക് ഭയമില്ല എന്നാണോ? നിന്നെ കണ്ടുപിടിച്ചാൽ അവര് നിന്നെ കൊന്നുകളയുമെന്ന് നിനക്ക് ഭയമില്ലേ? രാജാവ് പറഞ്ഞത് കേട്ട് ആ കള്ളൻ ജോറായിട്ട് ചിരിക്കാൻ തുടങ്ങി. അവരൊരിക്കലും എന്നെ പിടിക്കില്ല. എല്ലാവർക്കും കാശ് കൊടുത്താ ഞാനിത് ചെയ്യുന്നത്. ഈ നാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങാൻ മിടുക്കനാണ്. ഓരോരുത്തരും കൃത്യമായി ജോലി ചെയ്താൽ എനിക്കെങ്ങനെ ഇങ്ങനെ മോഷ്ടിക്കാൻ സാധിക്കും? ആ കള്ളൻ രാജാവിനെയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും കുറിച്ച് മോശം പറയണത് കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം കത്തിയെടുത്ത് അവനെ ബന്ധനത്തിലാക്കി. അതിനുശേഷം അവനെ അവിടുന്ന് അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജ്മഹലിലേക്ക് പോയതും രാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രികളെ വിളിച്ചു. ഞാൻ ആജ്ഞാപിക്കുകയാണ്, ഈ കള്ളനെ തൂക്കിലേറ്റുക. കള്ളനെ പിടിച്ചു എന്ന ഈ വിഷയം നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അറിയുന്നു. അതിനുശേഷം അവന് ശിക്ഷ കൊടുത്തു എന്നും അറിഞ്ഞു. ഇതിന് അർത്ഥം എന്താന്നാ,
മാങ്ങ മോഷ്ടിക്കാൻ പഠിപ്പിച്ച അവൻ തന്നെയാണ് ഈ നാട്ടിലെ കള്ളൻ. പക്ഷേ ആ കള്ളനെ മരിക്കാൻ വിടാൻ പാടില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ചിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാനായി അവൾ പോകും. അച്ഛാ, രാജാവ് ഒരാളെ ശിക്ഷിക്കുന്നുണ്ടല്ലോ. അവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒന്നും ആകാതെ നോക്കണം, അവരെ രക്ഷിക്കണം. അവരുടെ മകള് പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെടുന്നു. നീ എന്തായി പറയുന്ന രത്നാവതി? ഒരു കള്ളനെയാണോ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അയാളെ നീ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? അവള് എങ്ങനെയാ കള്ളനെ കണ്ടുമുട്ടിയെന്നും എന്തൊക്കെ നടന്നുവെന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു. അച്ഛാ, അദ്ദേഹം ഇല്ലാതെ ഞാൻ ജീവിക്കത്തില്ല. അതേ മോളെ, അയാളിപ്പോൾ ജയിലിലാണുള്ളത്. നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല. അയാളെ നീ എത്രയും വേഗം മറക്കണം. ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരാളെ കണ്ടുപിടിക്കാം. എത്ര വട്ടം പറഞ്ഞാലും രത്നദത്തിന്റെ മകൾ കേൾക്കത്തേ ഇല്ല. അദ്ദേഹം ക്ഷീണിച്ചിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകും. മഹാരാജാവേ, എന്റെ മോള് ഈ കള്ളനുമായി പ്രണയത്തിലാണ്. ഈ കള്ളനെ അങ്ങ് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അവള് ജീവൻ വെടിയും. രത്നദത്ത് പറയണ കേട്ടിട്ടും രാജാവിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. മഹാരാജാവേ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ എന്റെ എല്ലാ സ്വത്തുക്കളും, അതുമാത്രമല്ല ഈ കള്ളൻ ഇതുവരെ മോഷ്ടിച്ചതെല്ലാം ഞാൻ അങ്ങേക്ക് ഉറപ്പായും തരാം. ഇയാളെ ദയവായി വിട്ടയക്കണം. രത്നദത്ത് എത്ര പറഞ്ഞിട്ടും രാജാവിന്റെ തീരുമാനം മാറത്തില്ല. അപ്പോ അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, എന്റെ ഭർത്താവിനെ വിടു രാജാവേ, ഇതിനുശേഷം ഒരിക്കലും മോഷ്ടിക്കില്ല. പക്ഷെ അവര് പറഞ്ഞത് കേട്ടുടനെ രാജാവിന്റെ ദേഷ്യം ഇനിയും കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ ആജ്ഞാപിക്കുകയാണ്, ഈ കള്ളനെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലുക. കള്ളന് ശിക്ഷ കൊടുക്കാനുള്ള സമയമായി. ആദ്യം അവൻ കരയുന്നു, പിന്നെ അവൻ ജോറായി ചിരിക്കുന്നു. ആ കള്ളൻ മരിച്ച ഉടനെ രത്നാവതിയും മരിക്കാനായി ശ്രമിക്കുന്നു. അപ്പോൾ അവർക്കൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം അവരോട് പറഞ്ഞു, മകളെ, നിന്റെ സ്നേഹം പവിത്രമാണ്. നിന്റെ ഈ ആത്മാർത്ഥതയിൽ ഞാൻ സന്തുഷ്ടനാണ്. നീ ചോദിക്കൂ, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ രത്നാവതി പറഞ്ഞു, എന്റെ അച്ഛൻ നന്നായിരിക്കണം. അദ്ദേഹം നന്നായിരുന്നാലേ എനിക്ക് സന്തോഷമുള്ളൂ. 100 വർഷം സന്തോഷമായിരിക്കണം. നിന്റെ നല്ല മനസ്സ് കണ്ട് ഞാൻ സന്തുഷ്ടനാണ്. നിന്റെ ആഗ്രഹം പറയാതെ നിന്റെ അച്ഛന്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നത്. ഒരു വരം കൂടി ഞാൻ നിനക്ക് തരുന്നതാണ്. നിനക്ക് എന്താണ് വേണ്ടത് അത് ചോദിക്കൂ. ഞാൻ ആ കള്ളനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ കൊടുക്കൂ. അങ്ങനെ രത്നാവതി ചോദിച്ച ഉടനെ ആ കള്ളന് ജീവൻ തിരിച്ചു കിട്ടും. ഇല്ല, ഇതെങ്ങനെ സംഭവിച്ചു? മരിച്ചിട്ടും അവൻ എങ്ങനെ ജീവനോടെ തിരിച്ചു വന്നു? ആ കള്ളന് ജീവൻ വന്ന ഉടനെ വീണ്ടും കരയാൻ തുടങ്ങി. പിന്നെ വീണ്ടും ജോറായി ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട രാജാവിന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചവർ പറഞ്ഞു, നീ നല്ല വഴിക്ക് ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ സേനാധിപതിയായി ഞാൻ നിന്നെ നിയമിക്കും. രാജാവ് പറഞ്ഞു കേട്ട ഉടനെ കള്ളൻ ഒരുപാട് സന്തോഷിക്കും. ഞാൻ ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള തെറ്റുകളും ചെയ്യില്ല. വേതാളം ഈ കഥ പറഞ്ഞതിന് ശേഷം ഒന്നും സംസാരിക്കത്തേ ഇല്ല. കുറച്ചു നേരത്തിന് ശേഷം അത് വിക്രമിനോട് ചോദിച്ചു, രാജാ, പറയൂ. അവനെ തൂക്കിലേറ്റിയപ്പോൾ ആദ്യം അവൻ കരഞ്ഞു, പിന്നെ അവൻ ചിരിച്ചു. എന്താ അങ്ങനെ ചെയ്തേ? നീ പറയൂ. വേതാളമേ, കള്ളൻ എന്താ വിഷമിച്ചതെന്നാൽ അവൻ അവന്റെ ജീവിതത്തിൽ മോഷണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും അത്രയും സുന്ദരിയായൊരു പെണ്ണ് അവനോട് മരിക്കാൻ തയ്യാറായി വന്നു. ആ വിഷമത്തിലാണ് അവൻ കരഞ്ഞത്. എന്തിനാ ചിരിച്ചതെന്നാൽ അവൻ ആലോചിച്ചു, ഒരു പെണ്ണിനെ രാജകുമാരൻ പോലും കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു. എന്നിട്ടും അവളൊരു കള്ളനെ പ്രണയിച്ചു. അവന് വീണ്ടും ജീവൻ തിരിച്ചു വന്ന് അവനൊരു പുതിയ ജീവിതവും കിട്ടിയ കൊണ്ട് അവൻ കരഞ്ഞു. ദൈവത്തിന്റെ കളി കണ്ട് അവൻ ചിരിക്കുന്നു. ശരിയായ ഉത്തരം. ഞാനിതാ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് വേതാളം വീണ്ടും അവിടുന്ന് കാറ്റി പറന്നുപോയി. കുറച്ചു നേരത്തിലേ അവിടുന്ന് മായായിപ്പോയി.